രക്ഷിതാക്കളെ തങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കൾ ആലോചിക്കണം. അതിന്റെ കൂട്ടത്തിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നവരോടൊരു ചെറിയ അപേക്ഷയുണ്ട്. വസ്ത്രം വിൽക്കുന്നവരോട്, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വസ്ത്രം വിൽക്കുന്നത്, ഗുജറാത്തിലോ സൂറത്തിലോ പോയാൽ, ചെന്നൈയിലോ ബോംബെയിലോ കോയമ്പത്തൂരിൽ ഇഷ്ടം പോലെ വസ്ത്രം മേടിച്ചു കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്ത് വിൽക്കുന്ന എന്റെ കച്ചവടക്കാർ, അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഒരു കാര്യം അതിന്റെ കൂട്ടത്തിൽ പറയുന്നു, നമ്മുടെ മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് ഇടാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങളും തെളിഞ്ഞു കാണുന്നത്, ശരീരത്തിൽ ടൈറ്റ് ഫിറ്റായി കിടക്കുന്നത്, അത്തരം വസ്ത്രങ്ങൾ നിങ്ങൾ വിൽപ്പന ചെയ്യലിൽ ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഒരാൾ വന്ന് വാങ്ങിച്ചു പോകുന്നു, ശരിയാണ്, പക്ഷേ ആ സാധനം അവിടെ അവൈലബിൾ ആയി നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു കുറ്റമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജീൻസ് വസ്ത്രം വരാറുണ്ട്, ജീൻസിന്റെ ട്രൗസർ വരാറുണ്ട്, പാൻസ് വരാറുണ്ട്, കീറിയത് 200 കൊല്ലം പഴക്കമുള്ളതാണ് തോന്നിപ്പോകും. സംഗതി ബ്രാൻഡ് ന്യൂ ആണ്. മുട്ടിന്റെ മുകളിൽ കീറൽ, കാലിന്റെ തൈഭാഗത്ത് കീറൽ, ഔറത്ത് മറയാതെ നിസ്കരിക്കാൻ പറ്റാത്ത വസ്ത്രമല്ലേ അത്? നിസ്കരിക്കാൻ പറ്റുമോ? നമ്മുടെ ചെറുപ്പക്കാർ അതിട്ടാണ് നടക്കുന്നത്. എന്റെ മുസ്ലിമീങ്ങളായ ടെക്സ്റ്റൈൽസ് മുതലാളിമാരോട് പറയുന്നു, നിങ്ങളിതൊന്നും വിൽക്കലിൻ, നിങ്ങളിത് വിൽക്കലിൻ, ആ പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുവിൻ. നമ്മുടെ പെൺകുട്ടികൾക്ക് ചാരിത്രശുദ്ധിയില്ലാത്ത വസ്ത്രം നിങ്ങൾ വിൽപ്പന നടത്തലിൻ. ആരൊക്കെയോ ചെയ്തോളും, കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരിക്കലും ലാഭം നഷ്ടപ്പെടുന്നവരല്ല, നഷ്ടം സംഭവിക്കുന്നവരല്ല, നിങ്ങൾ ലാഭം കൊയ്യുന്നവരാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹവും അവന്റെ പൊരുത്തവും ഉണ്ടാകും, ബറക്കത്തുണ്ടാകും കച്ചവടത്തിൽ. അതുകൊണ്ട് പാപ്പമാർ മക്കൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവിൻ. പിടിച്ചു പറിച്ചു, തട്ടിക്കൊണ്ടുപോയി, ചാടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പിന്നീട് തലയിൽ കൈവച്ച് കരയുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കലാണ്, ഈ വഴികൾ നമ്മൾ ആലോചിക്കലാണ്. ഏറ്റവും നല്ല അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ച് നടക്കേണ്ടവരാണല്ലോ മുസ്ലിമത്തുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും. എന്റെ സഹോദരിമാരോട് ഒന്നുകൂടെ പറയട്ടെ, കാസർഗോഡ് നഗരം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പരിപാടി നടക്കുന്ന ഭാഗം. ബങ്കരക്കുന്നെന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് വെളിപ്പാടകലയാണ്. ഷോപ്പിംഗ് മാളുകൾ എമ്പാടുമുണ്ട്. ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കയറിയിറങ്ങുന്നവരാണ് നമ്മുടെ അങ്ങാടികളിലൂടെ. ഷോപ്പിംഗ് ഒരു ആനന്ദമാക്കി മാറ്റുന്നവർ, ഇഷ്ടംപോലെ കാശ് ഭർത്താക്കന്മാർ അയച്ചു കൊടുക്കുന്നു, ബാപ്പ അയച്ചു കൊടുക്കുന്നു, ഭർത്താവിന്റെ വക വേറെ, ആങ്ങളുടെ വകയെന്ന് വേറെ. ഇതൊക്കെ കൊണ്ട് നമ്മുടെ അങ്ങാടികളിലൂടെ, നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അല്ലാതിടങ്ങളിലും ഇഷ്ടം പോലെ വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കളിച്ചു നടക്കുന്ന എന്റെ പെങ്ങന്മാരെ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഭവം നടക്കുന്നു. അന്ന് മാർക്കറ്റ് ഭരിക്കുന്നത് ജൂതന്മാരാണ്. ആ ജൂതന്മാരിൽപ്പെട്ട ഒരു നെയ്ത്തുകാരന്റെ, ടെക്സ്റ്റൈൽസുകാരൻ നമ്മളിപ്പോ പറയും, അന്ന് നെയ്ത്തുകാരെന്നാ പറയാ. വസ്ത്രം മാനുഫാക്ചർ ചെയ്യുന്ന ആൾ, ഡിസൈൻ ചെയ്തെടുക്കുന്ന ആൾ, അതിനെ കളർ പൂശുന്ന ആൾ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വഭാവായ ഒരു ജൂതൻ, അവരുടെ മുമ്പിലേക്ക് ഒരു മുസ്ലിമത്തായ പെണ്ണ് വന്നു. ആലോചിക്കണം, ഹിജാബ് ധരിച്ച ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണെടുത്ത് നോക്കാൻ ധൈര്യം വരില്ല. അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ചൊരു പെണ്ണിനെ ആരും ശല്യപ്പെടുത്താൻ പോവില്ലല്ലോ. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു സഹോദരി വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി ആ ജൂതന്റെ കടയിലേക്ക് ചെന്നപ്പോ ജൂതൻ ഇത് കണ്ടിട്ട് പിടിച്ചില്ല. ഇവൾ എന്തിനാ ഇങ്ങനെ ശരീരം മറച്ചു പിടിക്കുന്നത്? മദീനയിൽ അൻസ്വാരികളായ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുണ്ടവിടെ. ഇവരുടെ സൗന്ദര്യം കാണണമെന്ന് ഈ ടെക്സ്റ്റൈൽസുകാരന് മോഹം. നമ്മൾ ഇന്നീ കഥക്ക് പറയും. ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഈ സമൂഹത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾക്ക് സാമ്പിളുകൾ അല്ലാഹു കാണിച്ചു തന്നിട്ടാ പോയത്. അതാണ് വലിയ അത്ഭുതം. ഇന്ന് നമ്മളിപ്പോ ഇതിനൊക്കെ എക്സാമ്പിളുകൾ ഹദീസിൽ സംഭവിച്ചത് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ലോകത്തിന്റെ സർവ്വ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം മുത്തുനബി കാണിച്ചു തന്നിട്ടാ പോയത്. ആ പെണ്ണിന്റെ സൗന്ദര്യം കാണണമെന്ന് ഈ ഷോപ്പുടമക്ക് വല്ലാത്തൊരാഗ്രഹം. സഹോദരന്മാരോട് സാന്ദർഭികമായി പറയട്ടെ, കച്ചവടം ചെയ്യുന്നവർ, എനിക്കറിയാം ദുബൈയില്, ദേരയിലൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാർ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരുണ്ട്, കണ്ണൂരുകാരുണ്ട്, തൃശ്ശൂരുകാരുണ്ട്, പല നാട്ടുകാരുമുണ്ട്.
നിങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങളുടെ ഭാഷ എനിക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും ഏത് പ്രദേശത്തുകാരാണിവരെന്ന്. എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ട അനുഭവങ്ങളുണ്ട്. ദുബൈയില്, ദേരയില് പല രാജ്യക്കാരും വരുമല്ലോ, സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നൈറ്റ് സ്ട്രീറ്റിലൂടെ വരും. പല സാധനങ്ങളും മേടിക്കാൻ സ്കേർട്ട് ധരിച്ചു വരുന്ന പെണ്ണുങ്ങളുണ്ടാകും. വസ്ത്രം പകുതിയും പകുതിക്ക് താഴെയും അങ്ങനെയൊക്കെ ധരിച്ചവരും ധരിക്കാത്തവരും ഒക്കെ നടക്കും. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ചിത്രം. കാസർഗോട്ടുകാരായ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ മലയാള ആക്സന്റുള്ള ചെറുപ്പക്കാർ ഒരു പെണ്ണെന്ന് വന്നപ്പോ അവൾക്ക് എന്തോ സാധനം മേടിക്കാനുണ്ട്. അവരറിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. എനിക്ക് തോന്നുന്നൊരു 10 വർഷം എങ്ങാനും കഴിഞ്ഞിരിക്കണം. ചെറുപ്പക്കാരൻ പറയാൻ, എടോ സ്റ്റൂള് വെച്ചു കൊടുക്കി, ഇരുന്നോട്ടെ. പച്ച അവിടത്ത് നോക്കാനേ, അവൾ ഇരുന്നോട്ടെ. ഇവൾ ആകെ മുട്ടിന്റെ താഴേക്ക് വസ്ത്രം തന്നെ ഇല്ല, കേട്ട് ധരിച്ചു വന്നിരിക്കാൻ. റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാണിവൻ. ഒരു ചുമരിന്റെ സൈഡിലാണ്, 2 സൈഡിലും ഹാങ് ചെയ്ത ഡ്രസ്സുകളാണ് അവന്റെ സ്ഥാപനം. ഒരു ഷട്ടർ പോലുമല്ല, അത് വഴിയാണ്. ഇവൻ പറയാൻ, എടോ ഈ സ്റ്റൂള് വെച്ചു കൊടുക്കുള്ളൂ, ഇരുന്നോട്ടെ. ഇവിടെ പോയി നമ്മുടെ നാണവും ലജ്ജയും ഒക്കെ. കസ്റ്റമറായി വരുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? പിശാചിന്റെ കൊതിയുള്ള ഈ വാക്കുകളാണോ നമ്മൾ പറയേണ്ടത്? മനുഷ്യൻ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരിക്കാം. പല രാജ്യക്കാർ നടക്കുന്ന ഭൂമിയാണ്. എന്നാലും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കേണ്ടതല്ലേ? എന്താണിതൊക്കെ? ടെക്സ്റ്റൈൽസുകളിൽ അളവെടുക്കുന്നത് പെണ്ണുങ്ങൾക്ക്, അളവെടുക്കുന്നത് പുരുഷന്മാർ. എന്നിട്ട് സിനിമ ഇറക്കി അല്ലേ? പെണ്ണുങ്ങളുടെ ശരീരം അളവെടുക്കുന്നത് പുരുഷൻ ചെയ്താൽ കുഴപ്പമില്ല, ഒരു ടൈലറായിട്ട് അഭിനയിക്കുക, സൂപ്പർ സ്റ്റാർ, ഭൂനിവാസം പഠിപ്പിക്കാൻ, അത് കുഴപ്പമില്ല, സാരമില്ല എന്ന് നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ. അളവെടുക്കാൻ നിന്ന് കൊടുക്കുന്ന പെണ്ണ് അവരുടെ ശരീരത്തിന്റെ മെഷർ ചെയ്യുന്നത് ആര്? ഏതോ ഒരു അന്യപുരുഷൻ. ടെക്സ്റ്റൈൽസുകളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഫാൻസി കടകളിലേക്ക് വരുന്നത് ചെറുക്കന്മാർ, ചെറുപ്പക്കാരായ കുട്ടികളാണ് ഷോപ്പിൽ നിൽക്കുന്നവരെ മനസ്സിലാക്കുക. ഒരു കച്ചവടം നടക്കാൻ ആവശ്യമായ, ഒരു കച്ചവടം നടത്തുമ്പോഴുള്ള പൈസ വാങ്ങിക്കുന്നത്, കൊടുക്കുന്നത്, ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ അതിന്റെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത്, അത്യാവശ്യമായ സംസാരങ്ങളല്ലാതെ മറ്റു വർത്തമാനങ്ങൾ പറയൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. കണ്ണുകൾ സൂക്ഷിക്കേണ്ടവരാണ്. നിരന്തരമായ സമ്പർക്കം മൊബൈൽ ഫോണിന്റെ കൈമാറ്റത്തിലൂടെ വരും. അത് വാട്സപ്പ് അക്കൗണ്ടിലേക്ക് കയറിക്കൂടും, അത് പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. അങ്ങനെ നിരന്തരമായ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളായി വരുന്നു. ഇവളോ കല്യാണം കഴിഞ്ഞു പോയവൾ, അവൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഒന്നും ഇവന് നഷ്ടപ്പെടാനില്ല. ഈ പെണ്ണിനെ പ്രലോഭിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ തുടങ്ങുന്ന ബന്ധങ്ങളല്ലേ? ഓട്ടോറിക്ഷ ഡ്രൈവർമാര് വളരെ നല്ല അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാണ്. മെസ്സി എന്നപ്പോ ഞങ്ങൾ പറയല്ലേ, എവിടെന്നാ കട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, മുമ്പിൽ കുടുങ്ങിയാലേ. നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ മെസ്സിയെ പോകുന്ന ശ്രദ്ധിക്കണം. മെസ്സി കയറി വരുന്നുണ്ട്, റോട്ടിൽ വണ്ടി ഉണ്ടോന്ന്, ഏത് മുക്കുന്നു മൂന്ന് മെയിൻ റോട്ടിൽ കുറച്ച് ഇറക്കാം, വരുന്നോ നിന്നോക്കെ, ഞാൻ പോവാണ്. ഇതാണ് ഏർപ്പാട്. ദയവ് ചെയ്ത് ജീവൻ വെച്ച് കളിക്കല്ലേ, ദയവ് ചെയ്തിട്ട് ജീവൻ വെച്ച് കളിക്കല്ലേ ഈ മെസ്സിക്കളി, ഓട്ടോറിക്ഷക്കാർ, ദയവ് ചെയ്തിട്ട്. അല്ലാഹു ബർക്കത്ത് തരട്ടെ. അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാ നിങ്ങൾ. നിങ്ങളുടെ ആ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ, ആമീൻ. പക്ഷേ എത്രയോ കുടുംബങ്ങൾക്ക്, പുരുഷന്മാർ വീടുകളില്ലാത്ത പെണ്ണുങ്ങൾക്ക് ആശുപത്രിയിൽ പോവാൻ, അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ വിളിക്കപ്പെടുന്നവരാണ്. ഒരു വീടിന്റെ സ്വകാര്യതകൾ നിങ്ങൾക്കറിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കും. അത്തരം ബന്ധങ്ങൾ മുതലെടുത്ത് സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളെ അല്ലാത്തവരെയും പ്രലോഭിപ്പിക്കുകയോ ചാടിച്ചു കൊണ്ടുപോവുകയോ അവരെ നിങ്ങൾ വശംവദരാക്കുകയോ ചെയ്യുന്ന ഏർപ്പാടുകൾ നിർത്തിവെക്കണേ, ഹറാമാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിർത്തിവെക്കണമേ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ വാഹനത്തിൽ കയറുന്ന ഒരു നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ അത്യാവശ്യമല്ലാതെ, അത്യാവശ്യമായ വാക്കുകളല്ലാതെ അവരോട് സംസാരിക്കാൻ പാടുള്ളതല്ലല്ലോ. നാട്ടുകഥകളും ഭർത്താവിന്റെ കഥകളും ജോലിയും ദുബൈക്ക് പോയ കഥയും ഇനിയെന്നാ വരുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ജോലിയിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. ഇത്തഖുല്ലാഹ്. ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ കിടന്ന ഖതീബുമാർ വിളിച്ചു പറയുന്നില്ലേ, യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നത് നമ്മളോട് എല്ലാവരോടുമാണ്, എല്ലാ ജോലി ചെയ്യുന്നവരോടുമാണ്, ഉസ്താദുമാരോടടക്കമാണ്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഹിഫ്ള് പഠിച്ചിരുന്ന
ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുത്തിരുന്ന 60 വയസ്സുള്ള ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ടുവന്ന് പറഞ്ഞു, പണ്ഡിതനെ, നിങ്ങൾ ആലിമാണ്, നിങ്ങൾ ഉസ്താദാണ്, ഹിഫ്ദ് പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷേ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടിയെ ഒറ്റക്ക് റൂമിലിരുത്തി ഖുർആൻ പഠിപ്പിക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. ഖുർആന പഠിപ്പിക്കുന്നത് ശരി തന്നെയാണ്. നിങ്ങളും ഒരു അന്യ പെണ്ണും ഒറ്റക്കാവുന്ന സ്ഥലത്ത് പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ്. വാതിലടച്ച് നീ ട്യൂഷൻ എടുക്കണ്ട, നിങ്ങൾക്കത് ഹറാമാണ്. ആർക്ക്? പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക്, മുഅല്ലിമീങ്ങൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക്. വീടുകളിൽ കയറിയിറങ്ങുന്ന എത്രയെത്ര കഥകളുണ്ട് പറയാൻ നമുക്ക് പാടില്ലാത്തത്, അത്രയും മോശപ്പെട്ട സംഭവങ്ങൾ. പിശാച് എല്ലാവരുടെ കൂടെയില്ലേ? പിശാച് എല്ലായിടത്തുമില്ലേ? വമാ ഖലാ ഇസ്നാനി ഇല്ലാ കാന സാലിസുഹുമ ശൈത്വാൻ. രണ്ടുപേർ ഒരുമിച്ചിരുന്നാൽ മൂന്നാമത്തേത് അവിടെ പിശാചുണ്ടെന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷൻ ഒരു അന്യ പെണ്ണിന്റെ കൂടെയായാൽ മൂന്നാമനായി അവന്റെ കൂടെ പിശാചുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുതലോടെ സൂക്ഷിച്ചോളൂ, കരുതലോടെ ജീവിച്ചോളൂ. ഉസ്താദിനെ മന്ത്രിച്ചൂതാനാന്ന് പറഞ്ഞ് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഉസ്താദിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ? ഹറാമാണ്, ചെയ്യാൻ പാടില്ല, പാടുള്ളതല്ല. ഒരു പണ്ഡിതൻ അത്തരം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ, അന്യരായൊരു കുട്ടിയെ തൊടാനോ സ്പർശിക്കാനോ മന്ത്രിച്ചൂതി തലയിൽ തൊട്ടുകൊടുക്കാനോ പാടുണ്ടോ? ഇല്ല, പാടുള്ളതല്ല. ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, സർജറി ചെയ്യുന്ന ഡോക്ടറാണ്. അയാൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സ്ത്രീ ശരീരത്തിൽ തൊടേണ്ടി വന്നേക്കും. എന്നാൽ ഒരു പണ്ഡിതന്റെ മുമ്പിൽ ചെയ്യുന്ന റുഖ്യ അതുപോലെയാണോ? അല്ലല്ലോ. കാണാൻ പാടില്ലാത്തത്. പണ്ഡിതന്റെ നിയമം ഒരുപോലെയാണ്, സാധാരണക്കാരന്റെ നിയമം ഒരുപോലെയാണ്. മദ്രസയിലെ സ്വതറിന്റെ നിയമം ഒന്നാണ്, സാധാരണക്കാരന്റെ നിയമം ഒന്നാണ്. ഓട്ടോറിക്ഷക്കാരന്റെ നിയമം എന്താണോ അത് തന്നെയാണ് ആലിമുൽ അല്ലാമയുടെ നിയമം. അള്ളാഹുവിന്റെ ശറഅാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. അച്ചടക്കത്തോടുകൂടെ നമ്മുടെ മക്കൾക്ക് 21ാം നൂറ്റാണ്ടിൽ ജീവിച്ച് സ്വർഗം കിട്ടണമെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും, എളുപ്പമല്ല. 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിശാചിന്റെ സാഹചര്യമാണ് ചുറ്റും. മുത്തുനബിയുടെ കാലത്ത് ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പോയ പെണ്ണിന്റെ കഥയാണ് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. ആ പെണ്ണിന്റെ വസ്ത്രവിധാനം കണ്ട് ഈ ജൂതനിരിച്ചിരി ഒരു മുഷിപ്പ്, വെളന്താ ഇങ്ങനെ ശരീരം മറച്ചിരിക്കുന്നത്, അവരുടെ കൈത്തണ്ടയൊന്ന് കാണണമല്ലോ, അവരുടെ കാലിലെ പാദസരം ഒന്ന് കാണണം, അവരുടെ മുഖസൗന്ദര്യം ഒന്ന് കാണണമല്ലോ. അവൾ അവിടെ ഇരിക്കുമ്പോ ഇയാൾ എന്ത് ചെയ്തു? ആ പെണ്ണിന്റെ ശരീരത്തിന്റെ അവൾ തലമറച്ചിരുന്ന മേൽവസ്ത്രം, ആ തലമറച്ച മക്കനയുടെ അറ്റവും പെണ്ണിന്റെ പർദ്ദയുടെ അറ്റവും പിടിച്ചൊന്ന് കെട്ടിക്കൊടുത്ത് പെണ്ണറിയാതെ അവർ ഇരിക്കുമ്പോ ബാക്കിൽ വന്നവന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പണി ചെയ്തു കൊടുത്തു. അവളുടെ തലമക്കനയുടെ അറ്റവും പർദ്ദയുടെ അടിഭാഗവും. ഇവര് എഴുന്നേറ്റ് നിൽക്കുമ്പോ വസ്ത്രം പൊങ്ങിക്കണ്ടു. ഇത് കണ്ടിട്ട് അവർ ആസ്വദിച്ചു. ആ പെണ്ണവിടെ നിന്ന് സഹായം വിളിച്ച് ഉറക്കെ നിലവിളിച്ചു, എന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഔറത്ത് വെളിവായിരിക്കുന്നു, തന്റെ വസ്ത്രം മേലോട്ട് പൊന്തിയിരിക്കുന്നു, കെട്ടിവെച്ചു കൊടുത്തതാണ്, ഒരു തമാശ കളിച്ചതാണ്. ആ സമയത്ത് മുഅ്മിനായ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് ഈ ജൂതനെ കഥ കഴിച്ചു. ആ നേരത്ത് അഭിമാനബോധമായിരുന്നു അത്. ഒരു മുസ്ലിമത്തായ പെണ്ണിനെ അപമാനിക്കുകയോ, മുസ്ലിമത്തായ പെണ്ണിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? അവരുടെ ഔറത്ത് കണ്ട് ആസ്വദിക്കാനോ നിങ്ങൾ ചെയ്യുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിലാ പറഞ്ഞത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീം. സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾക്കിടയിൽ, ആണുങ്ങൾക്കിടയിൽ ആഭാസമുള്ളത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. മോശപ്പെട്ട മെസ്സേജുകൾ വിടുന്നത്, മോശപ്പെട്ട ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നത്, ആണുങ്ങളെ സംബന്ധിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറയുന്നത്, ഏതെങ്കിലും വൈകാരികമായ ഒരു മെസ്സേജ് കൊടുക്കുന്നത്, മനുഷ്യന്റെ സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ കൈമാറുന്നത്, ആരത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവോ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നല്ല പറഞ്ഞാൽ അത് ചെയ്യുന്നവരുടെ ശിക്ഷ എത്രയാണ്? അത് ഇഷ്ടപ്പെടുന്നവർക്കാ ഖുർആൻ പറഞ്ഞത്. അതിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവർ, അതൊരു ക്ലിപ്പല്ലേ എന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അങ്ങനെ വന്നാൽ അത് ഫോർവേഡ് ചെയ്യുന്നവന്റെ ശിക്ഷ എത്രയാണ്? മഹാനായ നബി തങ്ങളുടെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിയാണ് ആ ജൂതനെ വകവരുത്തിയത്. അപ്പോഴേക്കും ജൂതന്മാർ ഒരുമിച്ചുകൂടി പ്രശ്നമാക്കി. ഈ മുസ്ലിമിനെ അവരും വകവരുത്തി.
മുത്തുനബി ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജൂത കുടുംബത്തെ, അത് ചെയ്ത ആളുകളെ മദീനയിൽ നിന്ന് എക്സ്പൾഷൻ ചെയ്യണം, അവരെ മദീനയിൽ നാട് കടത്തണമെന്ന് നബി തങ്ങൾ തീരുമാനിച്ചു. കാരണം അൽഹദുല്ലദീ ബൈനനാ വബൈനഹും, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിലുള്ള കരാർ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തെ അവർ ആദരിക്കണം. ജൂതന്മാരുടെ ആചാരത്തെ, അവരുടെ ആദർശത്തെ മുസ്ലിമീങ്ങളും വ്രണപ്പെടുത്തില്ല. മുസ്ലിമീങ്ങൾ അപമാനിക്കുന്ന ജൂതന്മാർ ചെയ്തുകൂടാ, ജൂതന്മാരെ അപമാനിക്കുന്ന മുസ്ലിമീങ്ങളും ചെയ്യില്ല. ഈ കരാർ നിലവിലുണ്ടായിരിക്കെയാണ് ഈ പെണ്ണിന്റെ വസ്ത്രം മേലേട്ട് പിടിച്ച് ആ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു പണി ആ കച്ചവടക്കാരൻ ചെയ്തത്. മദീനയിൽ പ്രക്ഷുബ്ധമായല്ലോ. ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയ ആ വിഷയം. എന്താണ് ആ കാര്യമെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പെണ്ണിന്റെ അച്ചടക്കത്തോട് യോജിക്കാത്തൊരു വിഷയമാണ് അവിടെ നടന്നത്. ഒരു യുദ്ധം നടക്കാറായത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിട്ടുവീഴ്ച മനോഭാവത്തിലാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.